നിങ്ങളൊക്കെ അറിഞ്ഞു കാണാം ഈ 3 സംഘീയ ഭീകരന്മാര് ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UP സ്കൂൾ, അതായത് ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടിയിട്ട് അവര് തയ്യാറെടുപ്പിലായിരുന്നു. ആ ഒരു സമയത്ത് ഈ 3 ഭീകരവാദികൾ വന്നിട്ട് അവിടെയുള്ള ടീച്ചേഴ്സ്മാരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ കുട്ടികൾക്ക് ക്രിസ്മസ് ആഘോഷിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കരുതെന്ന്. കാരണം ആ ഒരു UP സ്കൂളിൽ കൂടുതലായിട്ട് പഠിക്കുന്നത് ഹിന്ദു കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾ ആഘോഷിക്കേണ്ടത് ശ്രീകൃഷ്ണ ജയന്തി മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 3 ഭീകരവാദികൾ ആ സ്കൂളിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയത്. ഇത് കേരളമാണ്. കേരളമായതുകൊണ്ട് തന്നെ മതേതരം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന കുറെ ആൾക്കാരുള്ള നാടാണ് നമ്മുടെ കേരളം. അവിടെ ഈ മതത്തിന്റെ പേര് പറഞ്ഞ് ചെറിയ കുട്ടികളുടെ ആഘോഷത്തിൽ പോലും മതം കലർത്താൻ നോക്കിയ ഇതേപോലുള്ള സംഘീയ ഭീകരവാദികൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലത്തെ ന്യൂസൊക്കെ നമ്മുടെ നാട്ടിലുള്ള ന്യൂസ് ചാനൽസിന് കിട്ടിക്കഴിഞ്ഞാൽ അവർ ചുമ്മാ നിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവരെടുത്തിട്ട് ഇത് വിളയാടുകയാണ്. ഈ ഒരു വിഷയം അവർ കത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കത്തിക്കണം. കാരണം മതം പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനും ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് ഇതേപോലത്തെ ആളുകളൊക്കെ മുന്നോട്ട് വരുമ്പോൾ അവർക്കെതിരെ തന്നെ നമ്മളെല്ലാവരും ഒന്നായിട്ട് തന്നെ നിൽക്കണം. അതുതന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള ന്യൂസ് ചാനൽസ് പലതും ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവർ ചെയ്തത് തെറ്റാണെന്ന് തന്നെയാണ് പല ന്യൂസ് ചാനലുകളിലും വാർത്തകൾ വരുന്നത്. ആ ഒരു വാർത്തയുടെ ചെറിയൊരു ഭാഗം ഞാൻ കാണിച്ചു തരാം. പാലക്കാട് ചിറ്റൂരിൽ ക്രിസ്മസ് ആഘോഷം നടന്ന VHP പ്രവർത്തകർ പിടിയിൽ. നല്ലേപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിലെ ക്രിസ്മസ് ആഘോഷമാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചാൽ മതിയെന്ന് പറഞ്ഞ് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ അലങ്കോലമാക്കിയത്. വിശ്വ ഹിന്ദു പരിഷത്ത് എന്നൊന്നും പറഞ്ഞുകൊണ്ട് വെറുതെ വലിച്ചു നീട്ടാൻ നിൽക്കണ്ട. അതൊക്കെ പച്ച സംഖ്യകളാണ്. കാരണം ക്രിസ്മസ് ആഘോഷിക്കേണ്ട, ശ്രീകൃഷ്ണ ജയന്തി മാത്രം ആഘോഷിച്ചാൽ മതി എന്ന് പറയാനുള്ള ഒരു മനസ്സുള്ള ആളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു സംഖ്യയായിരിക്കും. അല്ലാതെ ഒരു യഥാർത്ഥ ഹിന്ദു മതവിശ്വാസി ഒരിക്കലും ക്രിസ്മസ് ആഘോഷിക്കേണ്ട എന്ന് പറയുമെന്ന് ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ പച്ച സംഖ്യയായിരിക്കും. അതുകൊണ്ടാണ് മനസ്സിലുള്ള വർഗീയത പുറന്തള്ളിയിട്ട് ക്രിസ്മസ് പോലും ആഘോഷിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിട്ട് സ്കൂളിലുള്ള അധ്യാപകരെ പോലും ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. അറസ്റ്റിലായ VHP ജില്ലാ സെക്രട്ടറി അടക്കം 3 പേരെ റിമാൻഡ് ചെയ്തു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് മൂവർക്കുമെതിരെ പോലീസ് കേസെടുത്തിരുന്നത്. നമ്മുടെ നാട്ടിലുള്ള നിയമം, അതായത് നമ്മുടെ കേരളത്തിലുള്ള നിയമം അടിപൊളിയാണ്. ഇതേപോലെ മതവിദ്വേഷം പരത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളെയൊക്കെ സ്പോട്ടിൽ പിടിച്ചിട്ട് റിമാൻഡ് ചെയ്യാൻ കാണിക്കുന്ന മനസ്സുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. കാരണം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, ഈ ഒരു സംഭവം UPയിലാണ് നടന്നതെങ്കിൽ എന്താ സംഭവിക്കുക? ഇങ്ങനെ ചെയ്ത ആളുകളെ വീണ്ടും മറ്റൊരു സ്ഥലത്തോട്ട് പറഞ്ഞയച്ചിട്ട് ഇതേപോലെ തന്നെ ചെയ്യണമെന്ന് പറയുന്ന ആൾക്കാർ ഭരിക്കുന്ന നാടാണ് UP. അതേപോലെ തന്നെ ഈ സംഖ്യകൾ ഭരിക്കുന്ന പല സ്റ്റേറ്റുകളും. അതേപോലെയല്ല കേരളം. അങ്ങനെ ആവാനുള്ള കാരണം ഇവിടെ സംഖ്യകൾ പൂജ്യമായതിനെ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇവന്മാര് വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെടുവിക്കാൻ വേണ്ടി പല തന്തയില്ലായ്മയും കാണിച്ചു കൊണ്ടുവരും. അതൊക്കെ ഇവിടെയുള്ള പോലീസുകാരും നാട്ടുകാരും കൂടിയിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്തായാലും കൊള്ളാം. വേറൊരു ന്യൂസ് കൂടി ഞാൻ കാണിച്ചു തരാം. ക്രിസ്മസ് ആഘോഷം അലങ്കോലപ്പെടുത്തിയ സംഭവം അപലപനീയം എന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ഈ ജോർജ് കുര്യൻ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇപ്രാവശ്യം BJP വീണ്ടും അധികാരത്തിലോട്ടെത്തിയപ്പോൾ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പില്ലാതെ മന്ത്രിയായ ഒരു വ്യക്തി. അപ്പോ ഇയാൾ ഒരു ക്രിസ്ത്യൻ മത വിശ്വാസിയാണ്. അപ്പോ ഇയാൾ പറയാണ് ഈ സംഖ്യകൾ ചെയ്തത് വളരെ മോശപ്പെട്ട പരിപാടിയാണെന്ന്. അങ്ങനെയൊന്നും പറയരുത്. ഒരു യഥാർത്ഥ ക്രിസ്സംഖ്യ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്രീകൃഷ്ണ ജയന്തി മാത്രമേ ആഘോഷിക്കാൻ പാടുള്ളൂ എന്നാണ് പറയേണ്ടത്. എന്നാലേ നിങ്ങൾക്ക് BJPയിൽ കൂടുതൽ കാലം പിടിച്ചു നിൽക്കാൻ പറ്റൂ. നിങ്ങൾ ക്രിസ്ത്യാനികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ BJPയിൽ മന്ത്രിസ്ഥാനം എത്ര കാലം നിലനിർത്താൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയൂല. ഒരുപക്ഷെ നിങ്ങളുടെ മന്ത്രിസ്ഥാനം പോലും എടുത്തു കളയാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മുടെ ജോർജ് കുര്യൻ സംസാരിച്ച 2-3 വാക്കുകളുണ്ട്. അതായത് CPM-മാരെയും അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസ്സുകാരെയും ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ ജോർജ് കുര്യൻ എന്ന് പറയുന്ന ഇദ്ദേഹം സംസാരിച്ചു കൊണ്ടുവരുന്നത്. ആ ഒരു വീഡിയോയുടെ ചെറിയൊരു ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇവിടെ കരോളായിട്ട് DYFI ആചരിക്കുന്നതിനെ അല്ലെ ആഘോഷിക്കുന്നതിനോ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, BJPയുടെ ഒരു മന്ത്രി, അതായത് തെരഞ്ഞെടുപ്പിൽ നിൽക്കാതെ മന്ത്രിയാക്കിയ ഒരാള്, അയാൾ വന്നിട്ട് പറയാണ് യൂത്ത് കോൺഗ്രസും DYFIയും ചെയ്യുന്ന പരിപാടി നല്ലതാണ്. കാരണം യൂത്ത് കോൺഗ്രസും DYFIക്കാരും ചെയ്യുന്നത് ഈ സംഖ്യകൾ ചെയ്ത, അതായത് BJPക്കാർ ചെയ്ത സംഭവത്തെ വിമർശിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് BJPയുടെ ഒരു മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ആള് പോലും അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മന്ത്രിസ്ഥാനത്തിനൊരു തീരുമാനമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. കാരണം ഈ വർഗീയവാദികളുടെ ഇടയിൽ നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ മന്ത്രിസ്ഥാനം ഇപ്പോൾ അടുത്ത് തന്നെ തെറിക്കാൻ സാധ്യത കൂടുതലാണ്. ഈ 3 സംഖ്യകൾ ക്രിസ്മസ് ആഘോഷിക്കണ്ട, ശ്രീകൃഷ്ണ ജയന്തി മാത്രം ആഘോഷിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്താവന അടിച്ചിറക്കിയതിനു ശേഷം യൂത്ത് കോൺഗ്രസ്സുകാരും DYFIക്കാരും ചേർന്നിട്ട് അതേ സ്കൂളിൽ തന്നെ ഒരു പ്രതിഷേധമൊക്കെ നടത്തിയിരുന്നു. പ്രതിഷേധം എന്ന് പറയാൻ പറ്റൂല, ക്രിസ്മസ് ആഘോഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരും DYFIക്കാരും ഒരേ സമയത്ത് തന്നെ ആ ഒരു സ്കൂളിലോട്ട് ചെറിയൊരു പരിപാടിയൊക്കെ നടത്തിയിരുന്നു. അതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ കാണിച്ചു തരാം. രാവിലെ 11 മണിയോടുകൂടി ഇരു കൂട്ടരും സൗഹൃദ കരോൾ ആരംഭിച്ചു. യൂത്ത് കോൺഗ്രസ് മാട്ടുമന്തയിൽ നിന്നും നല്ലേപ്പള്ളി UP സ്കൂളിലേക്കും DYFI UP സ്കൂളിൽ നിന്നും നല്ലേപ്പള്ളി ജംഗ്ഷനിലേക്കും സൗഹൃദ കരോൾ നടത്തി. ഇരു കൂട്ടരും പരസ്പരം കണ്ടുമുട്ടിയെടുത്ത് രാഷ്ട്രീയം മറന്നുകൊണ്ടുള്ള സൗഹൃദം പങ്കിടൽ. ഞാൻ നിങ്ങളോട് ഓരോ ആളുകളോടും പറയാണ്, ഇവിടെ ഈ 2 പാർട്ടി മതി. മൂന്നാമതൊരു പാർട്ടി വന്നു കഴിഞ്ഞുണ്ടല്ലോ,
ഇവിടെയുള്ള മതസൗഹാർദ്ദം പോലും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. തമാശ പറയുന്നല്ല, ഇവര് രണ്ടുപേര് തന്നെ മാറി മാറി ഭരിച്ചോട്ടെ. മൂന്നാമതൊരു പാർട്ടി ഇതിന്റെ ഇടയിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവും. ഇവിടെ നമുക്കിപ്പോ അനുഭവിക്കുന്ന പല സംഭവങ്ങളും അതിനെ വിമർശിച്ചുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ പാർട്ടി മുന്നോട്ട് വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, CPM-മാരും കോൺഗ്രസ്സുകാരും മാറി മാറി ഭരിച്ചോട്ടെ കേരളം. മൂന്നാമതൊരു പാർട്ടിയിലുള്ള ഒരാളുകളെ ജയിപ്പിക്കാതെ നിൽക്കുക. ജയിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അനുഭവിക്കും. കാരണം അവർ വർഗീയപരമായിട്ട് ഓരോ പ്രസ്താവന അടിച്ചുവിടും. അതിവിടെ കലാപത്തിന് പോലും സാധ്യത കൂടുതലായിട്ടുള്ള സംഭവമാണ്. മനസ്സിലായോ? അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ 3 സംഘികൾ സ്കൂളിൽ കയറിയിട്ട് ക്രിസ്മസ് ആഘോഷിക്കേണ്ട, ശ്രീകൃഷ്ണ ജയന്തി മാത്രം ആഘോഷിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് പറയുന്നത് ഇവന്മാർ അടുപ്പിക്കാതെ നിൽക്കുക, അടുപ്പിച്ചു കഴിഞ്ഞാൽ അനുഭവിക്കും. അപ്പൊ ആ സ്കൂളിലോട്ട് സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പോയ യൂത്ത് കോൺഗ്രസ്സുകാരിലുള്ള ഒരാള് ചെറിയ 2 മറുപടി പറയുന്നുണ്ട്. അതൊന്ന് കേൾക്കാം. മതസൗഹാർദ്ദമാണ് നമ്മൾക്ക് കാത്തു സൂക്ഷിക്കേണ്ടത്. അത് യുവജന സംഘടന എന്ന നിലയിൽ ഞങ്ങളുടെ ഉത്തരവാദിത്വമായി ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാർ കാണുന്നു. യൂത്ത് കോൺഗ്രസ്സുകാർക്ക് മതേതരം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നല്ല ആഗ്രഹമുണ്ട്, നല്ല ആശയമാണ്. ഇതേപോലെ തന്നെയാണ് DYFI-കാരും ഇതേപോലെയാണ് പറയുന്നത്. അതൊന്ന് കേൾക്കാം. ക്രിസ്മസ് ആഘോഷം തടഞ്ഞു എന്നതിലുപരിയായി അവർ പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങൾ ക്രിസ്മസ് നടത്താൻ വേണ്ടി പാടില്ല, ശ്രീകൃഷ്ണ ജയന്തിയാണ് ആഘോഷിക്കേണ്ടത്. ഈ സന്ദേശം എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഇതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ഇതിനെ തള്ളി പറയാൻ ഇത്ര നേരം വരെയായി BJP തയ്യാറായിട്ടുണ്ടോ? BJP എങ്ങനെ തയ്യാറാവും? കാരണം അവരുടെ മനസ്സിലുള്ളത് തന്നെ വർഗീയപരമായിട്ട് ജനങ്ങളുടെ മനസ്സിൽ കുത്തിക്കയറ്റണം എന്നുള്ള ഒരു പ്രഖ്യാപിത നയമുള്ള പാർട്ടിയാണ് BJP. അവരെങ്ങനെ ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് അതിനെ വിമർശിക്കുക? അവരൊരിക്കലും വിമർശിക്കില്ല. അവര് പറയാ ക്രിസ്മസ് നടത്തണ്ട, ശ്രീകൃഷ്ണ ജയന്തി മാത്രം നടത്തിയാൽ മതി എന്ന് അവര് പറയും. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. അപ്പോ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ വീഡിയോയുടെ ഇടയിൽ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കുക. അപ്പൊ ഇതിൽ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാം.